ഗുഡ് മോർണിംഗ് എവരി വൺ. സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റി എന്ന പേപ്പറിൻ്റെ മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് 2 യൂട്യൂബ് ലെക്ചറിംഗ് ആണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ പൊട്ടൻഷ്യൽ എംപ്ലോയർ ജഡ്ജ്മെൻറ്റ്സ്. ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു എംപ്ലോയർ ഏത് രീതിയിലാണ് അയാളുടെ മനസ്സിലുള്ള ജഡ്ജ്മെൻറ്റ്സ് പോകുന്നത് എന്നുള്ള, അതുപോലെ തന്നെ കോമൺ ഏരിയാസ് ഓഫ് എംപ്ലോയർ ജഡ്ജ്മെൻറ്റ്. ഒരു എംപ്ലോയർ ഒരു ഉദ്യോഗാർത്ഥിയെ എങ്ങനെ സമീപിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുക. വാട്ട് എംപ്ലോയേഴ്സ് ആർ റിയലി ലുക്കിംഗ് ഫോർ. എംപ്ലോയേഴ്സ്, തൊഴിൽ ദാതാക്കൾ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തൊഴിൽ അന്വേഷകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വാട്ട് എംപ്ലോയീസ് ആർ നോട്ട് ലുക്കിംഗ് ഫോർ. ഒരു തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് എംപ്ലോയേഴ്സ് ആഗ്രഹിക്കാത്തത് എന്തൊക്കെയാണ്. ഇങ്ങനെ 4 ഏരിയാസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോർമലി ഇത് പറഞ്ഞു വെക്കുന്നത് തന്നെ, ദ ഹ്യൂമൻ ബീങ്സ് ആർ മേക്കിംഗ് ഹയറിംഗ് ഡിസിഷൻസ്. ദ ഹ്യൂമൻസ് കം വിത്ത് സബ് കോൺഷ്യസ് ബയസസ് ആൻഡ് പേഴ്സണൽ പ്രിഫറൻസസ് ആൻഡ് ക്വിക്ക് ഇംപ്രഷൻസ്. ബീയിങ് ഗുഡ് ഇനഫ് ഇസ് നോട്ട് ഓൾവേസ് ഇനഫ്. യു നീഡ് ടു ഷോ യു ആർ ദ റൈറ്റ് ഫിറ്റ് ഇൻ മൾട്ടിപ്പിൾ വേയ്സ്. ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള സാധാരണ മനുഷ്യന്മാർ തന്നെയാണ് ഈ എംപ്ലോയേഴ്സും. അപ്പോൾ തീർച്ചയായിട്ടും അവർ പെട്ടെന്നുള്ള ചില ക്വിക്കായിട്ട് അവർക്ക് തോന്നുന്ന ഇംപ്രഷൻ്റെ പുറത്തും അവരുടെ പേഴ്സണലായിട്ടുള്ള ചില പ്രിഫറൻസസിൻ്റെ പുറത്തും അവർക്ക് മനസ്സിൽ തോന്നുന്ന ചില ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഒരു ഉദ്യോഗാർത്ഥിയെ ജോലിക്ക് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ മിടുക്കരാണെന്ന് തെളിയിച്ചാൽ മാത്രം പോരാ, നമ്മളാണ് എല്ലാം കൊണ്ടും ആ പൊസിഷനിലേക്ക് ഫിറ്റ് എന്ന് ഈ പറയുന്ന എംപ്ലോയേഴ്സിനെ തോന്നിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഈ എംപ്ലോയേഴ്സിന് ചില ജഡ്ജ്മെൻറ്റൽ സമയങ്ങളിൽ കുറച്ച് ബയസൊക്കെ ആവാറുണ്ട്. എന്തൊക്കെ സാഹചര്യങ്ങളാണ് എംപ്ലോയേഴ്സ് അങ്ങനെ ആവാറുള്ളത്? അവർക്ക് റിസ്ക് അവേഷൻ, മെൻ്റൽ ഷോർട്ട് കട്ട്സ്, അൺകോൺഷ്യസ് ബയസ്, കൾച്ചറൽ ഫിറ്റ് കൺസേൺസ്, ഇങ്ങനെയുള്ള പല ഏരിയാസ് ഉണ്ട്. നമുക്ക് നോക്കാം. എന്താണ് റിസ്ക് അവേഷൻ? എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കുറയ്ക്കാനാണ് എംപ്ലോയർ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം എന്താണ്? എ റോങ് പേഴ്സൺ സെലക്റ്റഡ് വിൽ കോസ്റ്റ് thousands of dollars or rupees for a company. ഒരു തെറ്റായിട്ടൊരാളെ തിരഞ്ഞെടുത്താൽ അത്രമാത്രം റിസ്ക് ഉണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും എംപ്ലോയറിനുണ്ട്. സോ എംപ്ലോയർ നാച്ചുറലി ലീൻ ടുവേഴ്സ് ദ സേഫ് ചോയ്സ്. അപ്പം നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ആരാണ്, അല്ലാത്തൊരാളെ എടുക്കുന്നത് റിസ്ക് ആണല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സോടെ ആയിരിക്കും എംപ്ലോയർ എപ്പോഴും ഇരിക്കുക. പിന്നെ എംപ്ലോയർ അതിന് വേണ്ടിയിട്ട് കുറച്ച് മെൻ്റൽ ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്യും. എങ്ങനെയാണ് ഈ മെൻ്റൽ ഷോർട്ട് കട്ട്സ്? ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അതിൽ കുറേ എണ്ണം എലിമിനേറ്റ് ചെയ്യണമല്ലോ. എങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്യും? കുറേ എണ്ണം എലിമിനേറ്റ് ചെയ്താലേ മാത്രമേ മികച്ചതിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു റെസ്യൂമൊക്കെ കിട്ടിക്കഴിയുമ്പം എന്താണ്, നല്ല ഫോർമാറ്റാണോ? അങ്ങനെയാണെങ്കിൽ അത് അവൻ പ്രൊഫഷണൽ ആണ് എന്നൊരു തോട്ടിലേക്ക് എംപ്ലോയർ എത്തുന്നു. ടൈപ്പ് എററൊക്കെ വരുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ഇവൻ കെയർലെസ് ആണ്. ഒരു എംപ്ലോയി, ഒരു ഉദ്യോഗാർത്ഥി വരുന്നു, വെൽ ഡ്രസ്ഡ് ആണോ? അവൻ കോമ്പീറ്റൻ്റ് ആണ് എന്നൊരു തോട്ടിലേക്ക് വരുന്നു. ഇതൊക്കെ ശരിയായിക്കോണമെന്നില്ല. കാരണം വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരുത്തൻ ഭയങ്കര അലസനായിരിക്കും. അത്ര വെൽ ഡ്രസ്ഡ് അല്ലാതെ വരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ നല്ല കോമ്പീറ്റൻറ്റും ആയിരിക്കും. പക്ഷേ പെട്ടെന്ന് ഒരു എംപ്ലോയർ ഒരു ക്വിക്ക് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഫാക്റ്റുകൾ ഇതൊക്കെയാണ്. ഒരു റെസ്യൂം നല്ല ഫോർമാറ്റിലാണെങ്കിൽ അത് പ്രൊഫഷണലാണ് ആ വ്യക്തി എന്ന ഒരു ചിന്തയിലേക്ക് വരും. ടൈപ്പ് എറേഴ്സൊക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ കെയർലെസ് ആണല്ലോ എന്നൊരു മനോഭാവത്തിലേക്ക് വരും. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ അവൻ കോമ്പീറ്റൻ്റ് ആണെന്നൊരു ചിന്തയിലേക്കൊക്കെ പോകും. അതുപോലെ തന്നെ ചില അൺകോൺഷ്യസ് ആയിട്ടുള്ള ചില ബയസുകൾ, ചില ജഡ്ജ്മെൻറ്റുകൾ എംപ്ലോയേഴ്സിന് ഉണ്ടാവാറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. സംടൈംസ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി സബ് കോൺഷ്യസ് ഫീലിങ്സ്. ഇന്ന പ്രായത്തിലുള്ള ആൾക്കാർ ജോലിക്ക് പറ്റിയതല്ല. ചിലപ്പോൾ നല്ല മിടുക്കരായിട്ടുള്ള ആൾക്കാർ ആ പ്രായത്തിലുണ്ടാവും. പക്ഷേ ഒരു ആൾക്ക് തോന്നുകയാണ്, ഒരു എംപ്ലോയറിന് തോന്നുകയാണ്, ഈ കാറ്റഗറിയിലുള്ളവർ കൊള്ളില്ല, ഈ കാറ്റഗറിയിലുള്ളവർ നന്നാവും. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ജഡ്ജ്മെൻറ്റുകളാണ്. ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തികൾ ഈ പണിക്ക് പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഈവൻ അപ്പിയറൻസ്, ഈ അപ്പിയറൻസിലുള്ള ഇവന് ഈ ജോലിക്ക് കൊള്ളില്ല. ചിലപ്പോൾ അവനായിരിക്കും മിടുക്കൻ, പക്ഷേ ചില അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇങ്ങനത്തെ ചില ജഡ്ജ്മെൻറ്റ് ബയസ് ചിലപ്പോൾ എംപ്ലോയേഴ്സിന് ഉണ്ടാവാറുണ്ട്. പിന്നെ ചില കൾച്ചറൽ ഫിറ്റ് ഇഷ്യൂസ് ഉണ്ട്. അതെന്താണ് കൾച്ചറൽ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവൻ ഒരു ഉദ്യോഗാർത്ഥി വരുമ്പോൾ ഇവനെ ജോലിക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ടീമുമായിട്ട് ചേരാൻ സാധ്യതയില്ല. ഇങ്ങനെ ആദ്യമേ ഒരു പ്രെജുഡിസ് ആയിട്ടൊരു തോട്ട് ആർക്ക് വരും? ഈ പറയുന്ന എംപ്ലോയറിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഒരു എംപ്ലോയറിനുണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ എംപ്ലോയർ ജഡ്ജ്മെൻറ്റ്സ്. ഇനി ഈ
എംപ്ലോയർ എങ്ങനെയാണ് ഈ ജഡ്ജ്മെൻറ്റുകളിലേക്കൊക്കെ എത്തുന്നത്? അതിൽ കുറച്ച് കോമൺ ഏരിയാസ് ഉണ്ട്. ഒന്ന്, റെസ്യൂം പ്രസൻറ്റേഷനിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ബേസിസിൽ എംപ്ലോയർ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തും. നമ്മൾ അയക്കുന്ന ഇമെയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേരിൽ എംപ്ലോയർ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തും. നമ്മൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ നമ്മളുടെ ഇൻ്റർവ്യൂയുടെ എനർജി, അതിൻ്റെ ബേസിസിൽ എംപ്ലോയർ കൊല്ല ജഡ്ജ്മെൻറ്റിലേക്ക് എത്തും. നമ്മളുടെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മളുടെ പ്രസൻസ്, അതിൻ്റെ ബേസിസിൽ എംപ്ലോയർ കുറച്ച് ജഡ്ജ്മെൻറ്റിലേക്ക് എത്തും. നമ്മളുണ്ടാക്കുന്ന ഫസ്റ്റ് ഇംപ്രഷൻസ് ഉണ്ട്, അതിൻ്റെ ബേസിസിൽ എംപ്ലോയർ കുറച്ച് ജഡ്ജ്മെൻറ്റിലേക്ക് എത്തും. ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളൊരു റെസ്യൂം കൊടുക്കുന്നുണ്ട്, എംപ്ലോയർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റെസ്യൂം വളരെ മോശമായിട്ട് ഫോർമാറ്റ് ചെയ്യപ്പെട്ടതാണെങ്കിൽ, പുവർ ഫോർമാറ്റിംഗ് ആണെങ്കിൽ എംപ്ലോയർ ഉടനെ മനസ്സിലാക്കും ഇവൻ കെയർലെസ് ആണ്. ടൈപ്പ് എററുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ എംപ്ലോയർ അപ്പോഴേ നമ്മളെക്കുറിച്ചൊരു ചിന്തയിലേക്ക് വരും, ഇവന് ശ്രദ്ധക്കുറവാണ്, ലാക്ക് ഓഫ് അറ്റൻഷനാണ്. പിന്നെ നമുക്ക് കുറച്ച് കരിയർ ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ട്, അതിന് നമ്മൾ പ്രോപ്പർ എക്സ്പ്ലനേഷനൊന്നും കൊടുത്തിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് PGക്ക് പോയത്. ആ 2 വർഷം എന്ത് ചെയ്തു, അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത സാഹചര്യമൊക്കെ വരുമ്പം ഇവനെ എടുക്കുന്നത് റിസ്ക്കാണ്, ഇവൻ പണി തരും എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. ടു മെനി ബസ് വേർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഒഫീഷ്യലായിട്ട് നമ്മളൊരു മെയിൽ അയക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ, നമ്മൾ ഒഫീഷ്യലായിട്ട് സംസാരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു എംപ്ലോയർ എന്തിലേക്കെത്തും, അല്ലെങ്കിൽ ഒരു റെസ്യൂമിൽ നമ്മൾ ബസ് വേർഡ്സ്, നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ടേംസ് അല്ലാതെയുള്ള ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു മര്യാദക്കുറവായിട്ടായിരിക്കും എംപ്ലോയർ കണക്കാക്കുക. അപ്പോൾ നമ്മൾ റെസ്യൂമിൽ പുവർ ഫോർമാറ്റിംഗ് ഉണ്ടാവരുത്, ടൈപ്പ് എററുകൾ ഉണ്ടാവരുത്, ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടാവണം, ബസ് വേർഡ്സ്, അലസമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ റാംബ്ലിങ് ഇമെയിൽസ് അയക്കരുത്. റാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ പല തവണയായിട്ട് നമ്മൾ മെയിലുകൾ അയക്കരുത്. ഒരൊറ്റ സിംഗിൾ മെയിൽ അയക്കുക. നമ്മൾ പല തവണ മെയിലുകൾ അയക്കുമ്പോൾ ഇറ്റ് ഷോസ് പുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമുക്കൊരൊറ്റ മെയിൽ അയച്ചാൽ അതിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റണം. പിന്നെ നമ്മൾ കാഷ്വൽ ടോൺ യൂസ് ചെയ്യരുത്. കാഷ്വൽ ടോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അൺപ്രൊഫഷണലിസമായിട്ട് കണക്കാക്കപ്പെടും. നമ്മൾ പ്രൊഫഷണലായിട്ട് തന്നെ ഒരു മെയിൽ അയക്കുക, അപ്പോൾ നമ്മൾ അത് ഒരു പ്രൊഫഷണലായിട്ട് തന്നെ കണക്കാക്കപ്പെടും. പിന്നെ ഗ്രാമർ ഇഷ്യൂസ് ഉണ്ടാക്കരുത്. സ്ലോപ്പി ഗ്രാമർ, അലസമായിട്ട് നമ്മൾ ഗ്രാമർ യൂസ് ചെയ്യരുത്. അത് നിങ്ങളുടെ ഒരു വ്യക്തത കുറവിനെ കാണിക്കുന്ന രീതിയിലാവും, ലാക്ക് ഓഫ് പ്രിസിഷനായി മാറും. അപ്പോൾ ഇമെയിൽ അയക്കുമ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ എംപ്ലോയറിന് ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എംപ്ലോയർ ജഡ്ജ്മെൻറ്റ് വഴിവെക്കുന്നതാണ്. നിങ്ങൾ വളരെ ലോ എന്തൂസിയാസത്തോടു കൂടിയാണ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നതെങ്കിൽ, എനർജി ലെവലോട് കൂടിയാണ് പങ്കെടുക്കുന്നതെങ്കിൽ എംപ്ലോയർ കരുതും യു ആർ ഹാവിങ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. അതേസമയം നമ്മൾ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുമ്പോഴോ എംപ്ലോയർക്ക് ചിന്തിക്കും നിങ്ങൾ ഭയങ്കര മര്യാദയില്ലാതെയാണല്ലോ, അറഗൻ്റ് ആണല്ലോ എന്ന്. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിൽ വെയ്ഗായിട്ട് ഉത്തരങ്ങൾ പറയുമ്പോഴോ അതിന് എംപ്ലോയർ കരുതും നിങ്ങൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർഡ് അല്ലല്ലോ, ലാക്ക് ഓഫ് പ്രിപ്പറേഷനാണ് ഇവരിൽ നിന്ന് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ലോ എന്തൂസിയാസം ഉണ്ടാവരുത്, ഓവർ കോൺഫിഡൻസ് ഉണ്ടാവരുത്, വേഗ് ആൻസേഴ്സും ഉണ്ടാവരുത്. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ലിങ്ക്ഡിനിലോ ഒക്കെ അതൊക്കെ മാറ്റർ ചെയ്യും. നിങ്ങളൊരു ജോലിക്ക് പോകുമ്പം നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ നിങ്ങൾ അൺപ്രൊഫഷണലായിട്ടുള്ള പോസ്റ്റുകളാണ് ഇടുന്നതെങ്കിൽ അത് ഒരു ഒരു എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം റെഡ് ഫ്ലാഗ് ആണ്. ഇവൻ പോരാ. കാരണം നിങ്ങളെപ്പോഴും സ്ഥിരമായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ സിനിമാ താരങ്ങളുടെ കാര്യങ്ങളും കായിക താരങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ എംപ്ലോയർ മനസ്സിലാവും ഇവൻ പ്രൊഫഷണൽ അല്ല, ഇവൻ ഒരു റെഡ് ഫ്ലാഗ് ആണ് എന്നുള്ളത്. സോ ഓൾവേസ് ട്രൈ ടു പോസ്റ്റ് സംതിങ് റിലേറ്റഡ് ടു യുവർ കരിയർ ആൻഡ് പ്രൊഫഷൻ ഇൻ ഓൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് അബൌട്ട് ദ പാസ്റ്റ് എംപ്ലോയേഴ്സ്. നിങ്ങൾ മുൻപ് ജോലി ചെയ്തിരുന്ന എംപ്ലോയേഴ്സ് നിങ്ങളോട് എത്ര മോശമായി പെരുമാറിയാലും ആ കഷ്ടപ്പാട് സഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ ജോലി വിട്ടുപോയിട്ടുണ്ടാവുക. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ മുൻപ് വർക്ക് ചെയ്ത കമ്പനിയെക്കുറിച്ചിട്ടും അവിടുത്തെ എംപ്ലോയേഴ്സിനെ കുറിച്ചിട്ടും നിങ്ങൾ മോശമായിട്ട് ഒരു കമൻറ്റും എവിടെയും ഇടാൻ പാടില്ല. അതിട്ട് കഴിഞ്ഞാൽ പുതുതായിട്ട് ഹയർ ചെയ്യാൻ പോകുന്ന എംപ്ലോയേഴ്സിന് നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു മേജർ റെഡ് ഫ്ലാഗ് ആയിരിക്കും അതുണ്ടാക്കുക. പിന്നെ നിങ്ങൾ ഒരു രീതിയിലും ഓൺലൈൻ പ്രസൻസ് നിങ്ങൾക്കില്ലെങ്കിൽ, നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഒരു ഓൺലൈൻ പ്രസൻസും ഇല്ലെങ്കിൽ മിക്കവാറും നിങ്ങളുടെ എക്സിസ്റ്റൻസ് തന്നെ ക്വസ്റ്റ്യനബിളായി മാറും. ഇവന് യാതൊരു തരത്തിലുള്ള അപ്ഡേഷൻസും ഇല്ലാത്ത ആളാണ് എന്നൊരു ജഡ്ജ്മെൻറ്റിലേക്കും എംപ്ലോയർ എത്തും. സോ യു ഷുഡ് കീപ്പ് ഓൾ ദീസ് തിങ് ഇൻ യുവർ മൈൻഡ്.
പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻസ്. നോർമലി ഹ്യൂമൻ ഫോംസ് ഇംപ്രഷൻ വിത്തിൻ 7 സെക്കൻഡ്സ് എന്നാണ് സൈക്കോളജി പറയുന്നത്. ഒരു 7 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഇംപ്രഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യത്തെ 7 സെക്കൻഡ്സ് കൊണ്ട് തന്നെ നിങ്ങളുടെ എംപ്ലോയർ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കും. സോ യുവർ ഗ്രൂമിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, യുവർ ഡ്രസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, യുവർ പോസ്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്, യുവർ ഹാൻഡ് ഷേക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്, യുവർ ഐ കോൺടാക്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ആസ് വെൽ ആസ് യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ബിക്കോസ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഫസ്റ്റ് ഇംപ്രഷൻ ടു ദി എംപ്ലോയർ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എംപ്ലോയർ നമ്മളെക്കുറിച്ചൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മെയിൻ ആയിട്ടുള്ള ഏരിയാസ്. ഒരു 5 പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഒരു എംപ്ലോയർ ഒരു ഉദ്യോഗാർത്ഥിയുടെ, ഒരു ജോബ് സീക്കറിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്. വാട്ട് എംപ്ലോയേഴ്സ് ആർ റിയലി ലുക്കിംഗ് ഫോർ. ഒന്ന്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. ഒരു പ്രോബ്ലം കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ടീമിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ്. അഡാപ്റ്റബിലിറ്റി ആൻഡ് വില്ലിംഗ് ടു ലേൺ. ക്യൂരിയസ് ആയിരിക്കണം നമ്മൾ. ദാറ്റ് മീൻസ് വി ഷുഡ് ഹാവ് എ മെൻറ്റാലിറ്റി ടു ലേൺ സംതിങ് ന്യൂ. പിന്നെ അഡാപ്റ്റബിൾ ആയിരിക്കണം. അഡാപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിളായിട്ട് നമ്മൾ അതുമായിട്ട് ഇഴുകിച്ചേരാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. ദെൻ യു ഷുഡ് ഹാവ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് വേണം. ആൾക്കാരുമായിട്ട് കോൺവെർസേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. യു ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. പിന്നെ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ടീം എന്നുള്ള വാക്ക് തന്നെ ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ എന്നുള്ളതാണ്. നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യാതെ ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ടീം പ്ലെയർ ആണോ, ബാക്കിയുള്ളവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വർക്ക് എത്തിക് ആൻഡ് റിലയബിലിറ്റി. നിങ്ങൾക്ക് ജോലിയിൽ നിങ്ങൾ ഒരു എത്തിക്സ് പാലിക്കുന്നുണ്ടോ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ജോലിയിൽ നിങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്, തെറ്റായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് നമ്മളൊരു വർക്ക് എത്തിക്സ് എപ്പോഴും പാലിക്കണം. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ, റിലയബിൾ ആണോ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ്. നമുക്ക് IQ ഇൻ്റലിജൻസ് നമുക്ക് വേണം. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇമോഷനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യം വരുന്നു, നിങ്ങൾ ദേഷ്യപ്പെടുകയാണോ അതോ വളരെ ശാന്തമായിട്ട് അതിനെ അഭിമുഖീകരിക്കുകയാണോ. ഇമോഷണലി നിങ്ങൾ വെൽ ബാലൻസ്ഡ് ആണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആൻഡ് അലൈൻ വിത്ത് ദ കമ്പനി വാല്യൂസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങളാണോ ഉള്ളത് അതോ കമ്പനിയുടെ വാല്യൂസുമായി ഒത്തുപോകുന്ന രീതിയിലുള്ള വാല്യൂസാണോ നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളതും പ്രധാനമായിട്ടും എംപ്ലോയേഴ്സ് നോക്കിക്കാണുന്ന പോയിൻറ്റ്സാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനും ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ഈ എംപ്ലോയേഴ്സ് ആക്ച്വലി ഇതൊരിക്കലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ചില പോയിൻറ്റ്സ് എന്താണ്. എൻടൈറ്റിൽമെൻറ്റ് ആറ്റിറ്റ്യൂഡ്. എൻടൈറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവകാശം. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ എന്നെ എടുക്കുന്നത് നിങ്ങളുടെ ആവശ്യമാണ്, എന്നെ എന്തായാലും നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്കുണ്ടാവരുത്. ഇതെൻ്റെ അവകാശമാണ് ഈ കമ്പനിയിൽ ജോലിക്ക് വരിക എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു എൻടൈറ്റിൽമെൻറ്റ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടാവരുത്. നെഗറ്റിവിറ്റി ടുവേഴ്സ് പാസ്റ്റ് എംപ്ലോയേഴ്സ്. മുൻപ് വർക്ക് ചെയ്ത കമ്പനിയോടോ ആ എംപ്ലോയേഴ്സിനോടോ നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ പോലും അത് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലൊരു ഭാഗം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരു മനസ്സില്ലാതെ ലാക്ക് ഓഫ് ക്യൂരിയോസിറ്റി ഒരിക്കലും ഉണ്ടാവരുത്. ഓവർ കോൺഫിഡൻസും അറഗൻസും ഉണ്ടാവരുത്. സ്ലോപ്പിനെസ്, അലസതയും കെയർലെസ്നെസ്സും നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ പഠിച്ചു വന്ന ഒരു കരിയർ സ്റ്റോറി അത് ക്ലിയർ ആയിട്ട് അതിൽ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇല്ലെങ്കിൽ എന്താണ്, അത് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. പിന്നെ നിങ്ങൾക്കൊരു പാസീവ്, ഒരു വീക്ക് എനർജി ഉണ്ടാവരുത്. നല്ല എന്തൂസിയാസത്തോടും എനർജിയോടും കൂടി വേണം നിങ്ങൾ കാര്യങ്ങൾ സമീപിക്കാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എംപ്ലോയീസ് ആർ നോട്ട് ലുക്കിംഗ് ഫോർ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.